മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസമാണ് ഫിനാൻസ് പ്രതിനിധിയോട് ഹാജരാകണമെന്ന ആവശ്യം ED ഉന്നയിച്ചത്. അത് ഇന്ന് ഹാജരാകണമെന്നുള്ളതായിരുന്നു. പക്ഷേ അവർ ഹാജരായിട്ടില്ല എന്നുള്ള വിവരം അല്പസമയം മുൻപ് പുറത്തു വരുന്നു. ഇപ്പോൾ ശശിധരൻ കർത്തയ്ക്ക്, അതായത് MDയോട് തന്നെ നേരിട്ട് ഹാജരാകാൻ ED നിർദ്ദേശം നൽകുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുമെന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നു. CMRLന്റെ MD കൂടിയാണ് ശശിധരൻ കർത്ത. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിൽ കേസെടുത്ത വിവരം 24 റിപ്പോർട്ട് ചെയ്തിരുന്നു, അത് ബ്രേക്ക് ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ അന്വേഷണം ആരംഭിച്ച് CMRLന് നോട്ടീസ് അയച്ചു എന്ന വിവരം പുറത്തു വന്നു. അത് ഫിനാൻസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കാണ് ഈ നോട്ടീസ് അയക്കുകയുണ്ടായത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം CMRLന്റെ MD ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രേഖകളുമായി തിങ്കളാഴ്ച ഹാജരാകാനാണ് ശശിധരൻ കർത്തയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ CMRLൽ നിന്നുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ തുടർന്ന് മറ്റുള്ളവരിലേക്ക് അന്വേഷണം നീളുകയുള്ളൂ എന്നും ഇപ്പോൾ ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക്, എക്സാലോജിക്ക് അടക്കമുള്ളവർക്കുള്ള നോട്ടീസ് അതിന് പിന്നാലെ മാത്രമേ ഉണ്ടാകൂ. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത് ശശിധരൻ കർത്തയ്ക്കാണ്, CMRLന്റെ MDക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത്. മുഖ്യമന്ത്രിയുടെ മകളുമായി നേരിട്ട് ഇടപാടുകൾ നടത്തിയെന്ന് ആരോപണം ഉയർന്ന കമ്പനിയാണ് CMRL. അവരുടെ MDക്കാണ് ഇപ്പോൾ നോട്ടീസ് വന്നത്. തിങ്കളാഴ്ച രേഖകളുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഇതിലിപ്പോൾ ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നല്ലോ ഫിനാൻസ് പ്രതിനിധിയോട്. പക്ഷേ അവർ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. അപ്പോൾ അതിൽ എന്ത് തുടർ നടപടിയിലേക്ക് ED കടക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്രീകാന്ത്? തിങ്കളാഴ്ച സ്വാഭാവികമായും ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൽ നിന്നുള്ള രേഖകൾ, മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടും. ഈ ഫിനാൻസ് പ്രതിനിധികളടക്കം അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും വൈകാതെ വീണ്ടും നോട്ടീസ് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഹാജരായി അവരിൽ നിന്നും വിവരങ്ങൾ, വിശദാംശങ്ങൾ തേടുകയും ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കീഴുദ്യോഗസ്ഥരോ മറ്റാരെയുമല്ല ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ED. CMRLന്റെ MD ശശിധരൻ കർത്ത ഹാജരാകണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്. 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളുമായുള്ള ഇടപാട് നടത്തി എന്നുള്ള ആക്ഷേപം ഉയർന്നതാണ് ഈ സംഭവം. അതിലാണ് ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് പോയത്. CMRL MD തിങ്കളാഴ്ച രേഖകളുമായി ഹാജരാകണം. കീഴ്ത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ വരുന്ന മുറയ്ക്ക് ED വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിക്കും. ശ്രീകാന്ത്, ഇതിൽ ചില ചുരുക്കപ്പേരുകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. മറ്റൊന്ന്, മാധ്യമപ്രവർത്തകർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നൊരു സമഗ്ര പരിശോധനയിലേക്ക് ED ചെല്ലും എന്നും നമ്മൾ മനസ്സിലാക്കണമോ? സ്വാഭാവികമായ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതായത് ആദ്യഘട്ടത്തിൽ കേസെടുത്തു. രണ്ടാം ഘട്ടത്തിൽ ഇതിൽ ആരോപണ വിധേയമായ കമ്പനി CMRLന് അതിന്റെ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി, ഫിനാൻസ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി. അടുത്ത ഘട്ടമെന്ന നിലയിൽ CMRLന്റെ MDക്ക് നോട്ടീസ് നൽകുന്നു ഹാജരാകുന്നതിന് വേണ്ടി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ ആളുകളിലേക്കെല്ലാം നോട്ടീസ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 12 പേരുടെ പട്ടിക തയ്യാറാക്കിയാണ് ഈ നോട്ടീസ് അയക്കാൻ, സമൻസ് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. വരും ദിവസങ്ങളിൽ എത്താം. ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ ടെലിഫോണിലാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് ED ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ് ED പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ആഴത്തിലേക്ക് ED ഇറങ്ങിച്ചെല്ലുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇത് ഞാൻ EDയുടെ ഒരു സ്വാഭാവിക നടപടിയായിട്ട് ഞാൻ കാണുന്നു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, EDയുടെ അന്വേഷണത്തിൽ ഞങ്ങളൊരു അമിതാവേശം കാണിക്കുന്നില്ല എന്ന്. കാരണം അൾട്ടിമേറ്റ്ലി ഇവര് എന്ത് ഫൈൻഡിങ് നടത്തുന്നു, ഏത് അറ്റം വരെ സിൻസിയറായി ഇത് ടേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ ഓണസ്റ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയാൻ കഴിയും. ഇതിപ്പോ ECIR രജിസ്റ്റർ ചെയ്ത നിലയ്ക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രൊസീജിയർ. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികളെ, കമ്പനി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാന്നുള്ളത്. അതിനപ്പുറത്തേക്ക് EDയുടെ ആത്മാർത്ഥത തെളിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തു കൊണ്ടുവരികയും അതിന്മേൽ ചാർജ്
ചെയ്യുകയും ചെയ്യണം. സ്വാഭാവികമായിട്ടും വീണ വിജയന്റെ കമ്പനിയാണ് ഒരു വശത്ത് കർത്തയുടെ കമ്പനിയാണ്. രണ്ടുപേരും നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ആധികാരികതയോടുകൂടി പറയേണ്ടവർ അവരാണ്. അപ്പോൾ CM-ന്റെ മകൾക്കും നോട്ടീസ് ഉണ്ടാവുകയും കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ള സ്വാഭാവിക നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവര് ഏത് നിലയ്ക്ക് ഇതിനെ ഫ്രെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ചാർജ് കൊണ്ടുവരുന്നു എന്നുള്ളത് ദാറ്റ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് കാത്തിരുന്ന് കണ്ടിട്ടേ ഒരു അഭിപ്രായം പറയാൻ കഴിയും. ഇതിപ്പോൾ മാത്യു കുഴൽനാടൻ, നമുക്കറിയാവുന്നതുപോലെ പലയിടത്തും ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ കേന്ദ്ര ഏജൻസികളെ വേട്ടയാടുന്നു, ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം അത് പ്രതിപക്ഷത്തിന് പൊതുവേ ഉള്ളതാണ്. ആ തരത്തിലേക്ക് തന്നെയാണ് ഈ വിഷയത്തെയും കാണേണ്ടത്. പക്ഷേ ഇവിടെ വരുമ്പോൾ മാത്രം കോൺഗ്രസ് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസമൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തെ നിങ്ങൾ മറ്റൊരു വിഷയമായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ തരത്തിലേക്ക് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന തരത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതിനെ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിന്റെ അമിതാവേശം ഇല്ല എന്ന് തന്നെ പറയാൻ കാരണം അതാണല്ലോ. അതല്ലെങ്കിൽ ഇത് ഓണസ്റ്റ് ആയിരുന്നെങ്കിൽ 2 വർഷം മുമ്പ് EDയുടെ മുമ്പിൽ വന്ന ഒരു കേസാണിത്. അതായത് ഇത് സംബന്ധിച്ച ആരോപണം, ഇത് സംബന്ധിച്ച ക്രമക്കേടും പ്രാഥമിക പരിശോധന നടത്തിയിട്ട് ഒരു സ്റ്റെപ്പും ഇനീഷ്യേറ്റ് ചെയ്യാതെ ED ഇരുന്നത് എന്തുകൊണ്ടായിരിക്കും? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടപെടലും മറ്റു കാര്യങ്ങളും പിന്നാമ്പുറ ശക്തികൾ അതിലിടപെട്ടുകൊണ്ടാണല്ലോ ED മുമ്പോട്ട് പോയത്. അപ്പൊ ആ ശക്തികൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടി ഉണ്ടാവും. പക്ഷേ ഇപ്പോ ഒരുപക്ഷെ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ജയിക്കണമെന്ന് BJPക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് ഗൺ പോയിന്റിൽ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനത്താണ് പിണറായി വിജയൻ ഉള്ളത് എന്നതൊരു സത്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബവും നടത്തിയിട്ടുള്ള വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമ്മൾ ഇതിനോടകം പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പോ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഗൺ പോയിന്റിൽ നിർത്താൻ കഴിയും. അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ നെഗോസിയേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെ എന്തെങ്കിലും ഇവോൾവ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും സെറ്റിൽമെന്റ്സിലേക്ക് നീങ്ങുന്നുണ്ടോ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടാക്കുന്ന ഒരു കാട്ടിക്കൂട്ടൽ എന്ന തരത്തിലേക്കാണ് ഇതിനെ കാണേണ്ടത്, അതിനപ്പുറത്തേക്ക് ഇത് പോകില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്നുകൂടി നിങ്ങൾ ആശങ്കപ്പെടുന്നു? അല്ല, ഇതിന്റെ അകത്ത് അതേ ED അന്വേഷണം സത്യസന്ധമാണ് എന്ന് അല്ലെങ്കിൽ ഞങ്ങളത് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആത്മാർത്ഥം ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇതുവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട, പിണറായിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ഒന്നിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ അവർക്കെതിരെ നടന്നിട്ടുള്ള അന്വേഷണങ്ങളെ കേന്ദ്ര സർക്കാർ തന്നെ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നാടിന്റെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്നുണ്ടായ വന്ന ED അന്വേഷണത്തെ വലിയ പ്രതീക്ഷയോടെ കാണാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇഫ് ദേ ആർ സിൻസിയർ, ഓണസ്റ്റ്, വി വിൽ അപ്രീഷിയേറ്റ്. അതർവൈസ് വി വിൽ ബി കെയർഫുൾ ഇൻ അവർ കമന്റ്സ്. താങ്ക് യു ശ്രീ മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.